അലൈക്കും. ഇതെൻ്റെ മോനാണ്. ഇവന് ജനിച്ചപ്പോൾ മുതൽ ലങ്സിന് അസുഖമായിരുന്നു. ക്രോണിക് ലങ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു. അത് മാറി വന്നപ്പോഴത്തേനും കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് 4 തവണ എൻ്റെ ഹാർട്ട് നിന്നുപോയി. അവിടുന്ന് മുതൽ 10 മാസത്തോളം എൻ്റെ മോനെ വെന്റിലേറ്റർ തന്നെ ആയിരുന്നു. ഇപ്പോൾ റിലേ മെഡിസിറ്റിക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ് അഡ്മിറ്റിന് വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും എൻ്റെ കുഞ്ഞിന് വേണ്ടി സഹായിക്കണം. എൻ്റെ നേരെ മൂത്ത ആൾക്ക് ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാത്തൊരു അസുഖമാണ്. ട്യൂബറസ് സിറോസിസ് എന്ന് പറഞ്ഞുള്ളൊരു അസുഖമാണ് എൻ്റെ നേരെ മൂത്ത കുട്ടിക്ക്. അവനിപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ തന്നെയാണ്. അതിനിടക്കാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഞങ്ങൾക്ക് വന്നത്. എല്ലാവരും സഹായിക്കണം ഞങ്ങൾ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ മേഴത്തൂർ ബദരിയ ജുമാ മസ്ജിദിൻ്റെ ജനറൽ സെക്രട്ടറി എം അബ്ദുള്ള കുട്ടിയാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് PK മുഹമ്മദ് അലി, വൈസ് പ്രസിഡന്റ് PV കോയണ്ണി, അതുപോലെ തന്നെ ഈ മോൻ്റെ പിതാവ് PK മുസ്തഫ, ഞങ്ങളുടെ മഹല്ലിൽ മേഴത്തൂർ മഹല്ലിൽ താമസിക്കുന്ന പത്തിക്കുണ്ടിൽ മുസ്തഫ എന്ന വ്യക്തിയുടെ സഹോദരൻ്റെ 4ാമത്തെ മോൻ 1 വർഷത്തോളമായി ചികിത്സയിലാണ്. അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഈ നേരം വരെ 70 ലക്ഷത്തോളം രൂപ ചെലവ് വന്നിട്ടുണ്ട്. പല പല ചാരിറ്റി പ്രവർത്തകരും അതുപോലെ റിലീഫ് പ്രവർത്തകരൊക്കെ സഹായിച്ച് ഇതുവരെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനിയും ചികിത്സക്കായി അവർ മണിപ്പാൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. 35 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി കഴിയുന്ന വിധം സഹായങ്ങൾ ചെയ്തു തന്ന് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഈ കുട്ടിയുടെ മൂത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് തന്നെ വളരെയധികം പ്രയാസപ്പെട്ട, ഇന്നേ വരെ ഡോക്ടർമാർ കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അസുഖമായിട്ടാണ് ആ കുട്ടിയും 1-2 വർഷമായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ചികിത്സക്കായിട്ടുള്ള രീതിയിൽ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇടുന്നത്. അപ്പോൾ കഴിയുന്ന രീതിയിലുള്ള ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികളും കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവരെ, ആ കുട്ടിയെയും ഈ കുടുംബത്തെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ മേഴത്തൂർ മഹല്ല് പ്രസിഡൻറ്റ് മുഹമ്മദ് അലി. ഇപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം നമ്മുടെ സെക്രട്ടറി പറഞ്ഞ മാതിരി ഈ കുട്ടിക്ക് 100% അർഹതയുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് എല്ലാവരും, നമ്മുടെ നാട്ടുകാരായ എല്ലാവരും ഇതുവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും സഹായം ഈ കുട്ടിക്ക് വേണ്ടി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ മുസ്തഫ എന്ന് പറഞ്ഞ ആൾക്ക് സ്വന്തമായി ഒരു വീടോ ഭൂമിയോ ഇല്ലാതെ വാടകയ്ക്ക് ഇരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് എല്ലാവരും 100% ഈ കുട്ടിക്കും അർഹതപ്പെട്ട ഒരു കുടുംബമാണ്. എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ഈ വീഡിയോയിൽ പറയുന്നത് തികച്ചും 100% സത്യസന്ധമാണ്. അതുകൊണ്ട് അർഹിക്കുന്നതാണ്. ഈ കുടുംബത്തിനെ ഈ രോഗങ്ങളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സുമനസ്സുകളായിട്ടുള്ള ഇത് കേൾക്കുന്ന കാണുന്ന എല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് ദൈവനാമത്താൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഫാറൂഖ് ചെറുപ്പശ്ശേരിയാണ്. ഒരു പക്ഷേ നമ്മളൊക്കെ ഇതുപോലെ ഒരു റൂമിൽ ഒരു കുഞ്ഞിൻ്റെ ചികിത്സ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അത്രക്ക് സങ്കടമാണ് ഈ കുഞ്ഞിൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിലെ തൃത്താല മേഴത്തൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു കുഞ്ഞു വാവയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ഒരു നാട് മുഴുവനും മഹല്ല് ഇടപെട്ട ഒരു വിഷയമാണിത്. ഇതിനു മുൻപ് ഒരുപാട് ആളുകൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞിന് ഇപ്പം തന്നെ ഏകദേശം 70 ലക്ഷം രൂപക്ക് മുകളിലാണ് ഈ കുഞ്ഞിന് വേണ്ടി ഇപ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചിലവായത്. ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഹൃദയം വല്ലാണ്ട് തകരുന്ന ഒരവസ്ഥയിലാണ്. കാരണം ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കാണുന്നത്. അതുമാത്രമല്ല, ഈ കുഞ്ഞിൻ്റെ മുകളിലുള്ള കുട്ടിയാണിത്. ഈ കുട്ടിക്കാണെങ്കിൽ ലോകത്തിൽ തന്നെ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഇവിടുത്തെ കുഞ്ഞിൻ്റെ ഉപ്പ പറഞ്ഞത്. കാരണം കുഞ്ഞിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ ട്യൂബറസ് സിറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം. അതായത്
ശരീരത്തിൽ ഇങ്ങനെ മുഴ വരുന്നൊരു അസുഖം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത്തരം ആളുകളെയൊക്കെ. പക്ഷേ ഇത് കുഞ്ഞിന് ശരീരത്തിൻ്റെ ഉള്ളിലേക്കാണ് ആ മുഴകൾ വന്നിട്ടുള്ളത്. അത് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ അത് ബാധിച്ചു കഴിഞ്ഞു. അതിന് തന്നെ ലക്ഷക്കണക്കിന് രൂപ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. സ്വന്തമായിട്ടൊരു വീടില്ല, 1 സെന്റ് ഭൂമിയില്ലാത്ത വളരെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബമാണ്. ഒരുപാട് വർഷം പ്രവാസിയായിരുന്നു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതായുസ്സിൽ പ്രവാസ ലോകത്ത് സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും ഈ 2 മക്കൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കി. പക്ഷേ അത് തികയാണ്ട് വന്നപ്പോൾ നമ്മുടെയൊക്കെ മുമ്പിൽ യാചിച്ചൊരു കുടുംബമാണ്. ഇനി നമ്മളല്ലാതെ മറ്റൊരു ആശ്രയം ഈ കുടുംബത്തിലില്ല. നമ്മളും കൂടി കൈവിട്ടാലേ അറിയാലോ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ നമുക്കറിയാം. കൊറോണ എന്ന് പറയുന്ന മഹാമാരിയുടെ പിടിയിലാണ് നാം എല്ലാവരും. പക്ഷേ ഈ കുഞ്ഞു മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ പ്രിയമുള്ളവരെ സഹായിക്കണം നിങ്ങൾ. കാരണം അത്രക്കും പ്രയാസമുള്ള ഒരു കുടുംബമാണ്. ഈ കുഞ്ഞു മോന് നമ്മുടെയൊക്കെ മക്കളെ പോലെ ചിരിച്ചു കളിച്ച് നടക്കണമെങ്കിൽ വേണം നമ്മുടെ സഹായം. എല്ലാവരും സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.